ഓക്കെ. അപ്പൊ നമ്മൾ എന്താണ് നമ്മൾ ചിന്തിക്കുന്നത് അതാണ് നമ്മൾക്ക് ഫീൽ ചെയ്യണത്. അപ്പൊ നമ്മളുടെ എപ്പോഴും നമ്മൾക്ക് പല ചിന്തകളും കാര്യങ്ങളും നമുക്ക് വരും. അതായത് ശരിക്കും പറഞ്ഞ ഒരു ദിവസം 6000 തുടങ്ങി 60,000 തുടങ്ങി 70,000 ചിന്തകളാണ്, ടൈപ്പ് ഓഫ് ചിന്തകൾ നമ്മുടെ തലച്ചോറിൽ കൂടെ, സബ് കോൺഷ്യസ് മൈൻഡിൽ കൂടെ കടന്നു പോകും എന്നാണ് പറയുന്നത് വിദഗ്ധര്. അപ്പോ നമുക്ക് ഇത്ര അധികം ചിന്തകൾ, ഈ ചിന്തകളെ നമ്മൾക്കെല്ലാം നമുക്ക് അറ്റ് എ ടൈം നമുക്ക് കൗണ്ട് ചെയ്യാനോ അല്ലെങ്കിൽ അത് ഏതൊക്കെ ചിന്തകളാണെന്ന് നമുക്ക് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കാനായിട്ട് നമുക്ക് സാധിക്കില്ല. ഓക്കെ. അപ്പോ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോ ഇരിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചിന്തയാണ് കാണുന്നത് എന്ന് അറിയാനായിട്ട് നമ്മൾ തന്നെത്താനെ നമ്മളോട് തന്നെ ചോദിക്കണം, വാട്ട് ഐ ആം ഫീലിംഗ്. നമ്മൾ എന്താണ് ഫീൽ ചെയ്യണമെന്ന് നമ്മൾ ചോദിക്കണം. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവും ഏത് ടൈപ്പ് ചിന്തയാണ് നമ്മളുടെയൊക്കെ കടന്നു പോയിക്കണം എന്നുള്ളത്. ഓക്കെ. ഈ ചിന്തകളും ഇമോഷൻസും ആയിട്ട് ഭയങ്കരമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പൊ നിങ്ങൾ ഇപ്പൊ ആലോചിക്കുന്നുണ്ടാവും, എന്തിനാണ് നിങ്ങൾ ഈ ചിന്തേനെ കുറിച്ചും അല്ലെങ്കിൽ ഇമോഷനെ കുറിച്ചും പറയണത്, ഇത് നമ്മളിപ്പോ മണീനെ കുറിച്ചല്ലേ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് എന്നുള്ളതൊക്കെ. അത് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ. അപ്പൊ ആദ്യം തന്നെ നമ്മൾ പറയണത് ചിന്തയും ഇമോഷനും തമ്മിലുള്ള കണക്ഷനാണ് കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ. അപ്പോ നമ്മൾക്ക് ഒരു ചിന്ത വരുന്ന സമയത്ത് നമ്മൾ ഏത് ഇമോഷൻ ആണെന്നാണ് നമ്മൾ എപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് ഞാനിപ്പോ പറയണത് നിങ്ങളുടെ അടുത്ത്. ഏത് ഇമോഷൻ ആണ് നമുക്ക് വരുന്നത് എന്നുള്ളത് ചെക്ക് ചെയ്യുക. അപ്പൊ നമുക്ക് മനസ്സിലാവും നമ്മൾ ഏത് ടൈപ്പ് ഓഫ് ചിന്തയാണ് നമ്മൾ ചിന്തിക്കുന്നത് എന്നുള്ളത്. ഓക്കെ. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, അതിന് മുമ്പായിട്ട് പറയേണ്ടത് ഈ ചിന്തകൾ ഈ ഫ്രീക്വൻസി ആയിട്ടാണ് കണക്റ്റഡ്. ഓക്കെ. ഈ ചിന്തകൾ ഫ്രീക്വൻസി ആയിട്ട് നമുക്ക് കണക്റ്റഡ് ആണ്. അപ്പൊ ഈ ഷെയിം എന്ന് പറയുന്നത്, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് നാണം എന്നുള്ള ഒരു ചിന്തയാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് ഫ്രീക്വൻസിയിലാണ് വൈബ്രേറ്റ് ചെയ്യുന്നത്, 20 എന്ന് പറയുന്ന ഒരു ഫ്രീക്വൻസിയിലാണ് നമ്മൾ ഈ നാണം എന്നുള്ള ഒരു സംഭവം നമുക്ക് ഫീൽ ഉണ്ടാവും. ആ ഇമോഷനാണ് നമുക്ക് ഫീൽ ചെയ്യണത് എന്നുണ്ടെങ്കിൽ നമ്മൾ 20 എന്ന് പറയുന്ന ഇതിലാണ് വൈബ്രേറ്റ് ചെയ്യുക. ഓക്കെ. അതുപോലെ തന്നെ നമുക്കൊരു ഗിൽറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ, ഒരു കുറ്റബോധം വരികയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഫീൽ ചെയ്യണത് 30 എന്ന് പറയുന്ന ഒരു ഫ്രീക്വൻസിയിലാണ് നമ്മൾ വൈബ്രേറ്റ് ചെയ്യുക. ഓക്കെ. അപ്പൊ നമ്മളിപ്പോ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മളൊരു ഹൈ വൈബ്രേഷനിൽ അങ്ങനെ തോന്നുമ്പോൾ നമ്മൾ അതിനെ മാറ്റിയിട്ട്, ചിന്തകളെ മാറ്റിയിട്ട് നമ്മൾ ഹൈ വൈബ്രേഷനിലേക്ക് നമ്മൾ മാറ്റുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ. പിന്നെ അതുപോലെ എമ്പതി ആണെന്നുണ്ടെങ്കിൽ അത് 50യിലാണ് ചെയ്യുന്നത്, വൈബ്രേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഗ്രിഫ് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഈ ഗ്രിഫ് എന്ന് പറയുന്ന സാധനമാണെന്നുണ്ടെങ്കിൽ നമുക്ക് 100ലാണ് നമ്മൾ വൈബ്രേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഒരു ഡിസയർ, നമ്മൾക്ക് ഒരു ആഗ്രഹം വരുന്നതാണെങ്കിൽ 125ലാണ് നമ്മൾ വൈബ്രേറ്റ് ചെയ്യുക. ഓക്കെ. സെയിം തന്നെയാണ് നമുക്ക് കുശുമ്പ് എന്ന് പറയുന്ന ആ ഇമോഷൻ വരുമ്പോഴും വൈബ്രേറ്റ് ചെയ്യുക 125ലാണ്. ഓക്കെ. അതുപോലെ തന്നെ ആങ്കർ വരണമെങ്കിൽ 150. നമ്മളിപ്പോ ഒരാളെ നമുക്ക് ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരാളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് വളരെയധികം ദേഷ്യം വരും. അപ്പൊ നമ്മൾ വൈബ്രേറ്റ് ചെയ്യണത് വെറും 150ലാണ് 150ലാണ് നമ്മൾ ആ ടൈമിൽ വൈബ്രേറ്റ് ചെയ്യുക. ഓക്കെ. അതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ഡൗൺ ആയിട്ടുള്ള ഒരു വൈബ്രേഷൻ ആണ് നമ്മൾ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. അതുപോലെ പ്രൈഡ് ആണെന്നുണ്ടെങ്കിൽ 175ലാണ് നമ്മൾ വൈബ്രേറ്റ് ചെയ്യുക. കറേജ്, ധൈര്യമാണെന്ന് നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ 200ലായിരിക്കും വൈബ്രേറ്റ് ചെയ്യുക. ഇപ്പൊ നമ്മൾ ചുമ്മാ ഇങ്ങനെ ഇരിക്കുന്നത്, ബോറടിച്ച് ഇങ്ങനെ ഇരിക്കുന്ന ഒരു അങ്ങോട്ടും ഇല്ല ഒന്നും ഇല്ലാത്ത ഒരു രീതിയിൽ നമ്മളിങ്ങനെ ഇരിക്കുന്ന ടൈമിലാണെന്നുണ്ടെങ്കിൽ 250 ആയിരിക്കും നമ്മൾ വൈബ്രേറ്റ് ചെയ്യുക. ആ ഒരു ഫ്രീക്വൻസിയിലായിരിക്കും വൈബ്രേറ്റ് ചെയ്യുക. പിന്നെ ഒരു വില്ലിങ്നെസ്, നമ്മൾ എന്തെങ്കിലും ചെയ്യാനായിട്ട് ഭയങ്കരമായിട്ട് വില്ലിങ്നെസ് ആയിട്ട് ഇരിക്കുന്ന ടൈമിലാണെങ്കിൽ 310ലാണ് നമ്മൾ വൈബ്രേറ്റ് ചെയ്യുക. ഓക്കെ. പിന്നെ ആക്സെപ്റ്റൻസ്, നമ്മൾ നമ്മൾ സ്വീകരിക്കും അതിനുള്ള ആ ഒരു ഇതാവുമ്പോൾ 350ലാണ് നമ്മൾ വൈബ്രേറ്റ് ചെയ്യുക. ഓക്കെ. പിന്നെ വരുന്നതാണ് ഹോപ്പ്. ഓക്കെ.
അതായത് ഞാനൊരു നല്ലൊരു പണക്കാരനായി മാറും, അല്ലെങ്കിൽ എന്റെ ബിസിനസ് എല്ലാം വലിയ നിലയിൽ വർക്ക് ചെയ്യും, ഞാൻ നല്ലൊരു കാറ് വാങ്ങിക്കും, അല്ലെങ്കിൽ അങ്ങനെ വലിയ വലിയ ഹോപ്പുകൾ നമ്മൾ വെക്കുമ്പോൾ 400-ലാണ് നമ്മൾ വൈബ്രേറ്റ്. ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ 400-ന് മുകളിലാണ് നമ്മൾ എപ്പോഴും വൈബ്രേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, 400-ന് മുകളിലാണ് നമ്മൾ എല്ലാവരും വൈബ്രേറ്റ് ചെയ്യുന്നത്. അതിന് മുകളിൽ വരുന്ന ഒരു സംഭവമാണ് ലവ് എന്ന് പറയുന്നത്. അത് 500 ആണ് വൈബ്രേഷൻ ആയിട്ട്. എന്തിനേയും ആരെയും നമ്മൾ സ്നേഹിക്കാനായിട്ട് നമുക്ക് പഠിക്കണം. അപ്പോൾ ലവ് എന്ന് പറയണതിൽ വരുമ്പോൾ, സ്നേഹിക്കാൻ പഠിക്കുമ്പോൾ 500-ൽ നമ്മൾ വൈബ്രേറ്റ് ചെയ്ത് പോകും. ഓക്കെ, നമ്മൾ പ്യുവർ ജോയ്, വളരെയധികം സന്തോഷത്തിലാണ് നിൽക്കണമെന്നുണ്ടെങ്കിൽ അത് വരുന്നത് 540-ലാണ്, 540-ലാണ് വൈബ്രേറ്റ് ചെയ്യുക. ഓക്കെ, പീസ്, സമാധാനത്തിലാണ് നമ്മൾ ഇരിക്കണമെന്നുണ്ടെങ്കിൽ 600-ലാണ് വൈബ്രേറ്റ് ചെയ്യുക. ഓക്കെ, എൻലൈറ്റ്മെന്റിലാണെന്നുണ്ടെങ്കിൽ 700-ൽ വൈബ്രേറ്റ് ചെയ്യും. ഓക്കെ, നമ്മൾ അതുപോലെ തന്നെ നമ്മൾ അപ്രീസിയേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ, ഒരാളെ നമ്മൾ അപ്രീസിയേഷൻ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വൈബ്രേറ്റ് ചെയ്യണത് 700-ലായിരിക്കും. നമ്മൾ പിന്നെ ഏറ്റവും ടോപ്പ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്നത് ഗ്രാറ്റിറ്റ്യൂഡാണ്. അത് 900-ൽ വൈബ്രേറ്റ് ചെയ്യും. നമ്മളിപ്പോ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ മൈക്ക്, ഈ ലാപ്ടോപ്പും, ഈ ഇന്റർനെറ്റും, പിന്നെ ഇപ്പൊ നീ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ചെവികളും, സംസാരിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ ചുണ്ടുകളും വായയും, ഇതൊക്കെ എല്ലാത്തിനും, ഈവൻ നമ്മൾ ശ്വസിക്കുന്ന വായുവിന് വരെ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യണം. എപ്പോഴും ഏത് നിമിഷവും നമ്മൾ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കണം എന്നാണ് പറയുന്നത്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഈ 900-ൽ വർക്ക് ചെയ്യും. നമ്മളിപ്പോ ചിലപ്പോ ഒരാൾ നമ്മളെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരാളായിട്ട് ചിലപ്പോ എന്തെങ്കിലും പ്രശ്നം പറഞ്ഞാൽ നമ്മൾ തല്ലൂടും, അല്ലെങ്കിൽ എന്തെങ്കിലും ബഹളം വയ്ക്കും. ആ ഒരു എന്താ പറയാ, ആങ്കർ, ദേഷ്യം ഒക്കെ വരും ആളുകളായിട്ട്. പക്ഷെ അത് എത്രത്തോളം ടൈം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാവുന്ന ഒരു സംഭവമാണ്. ഓക്കെ, ഓക്കെ, ഇപ്പോ ഈ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത് നമ്മളിപ്പോ പറഞ്ഞത് എന്താണ്, ചിന്തകളും ഇമോഷനും തമ്മിലുള്ള ഒരു അടുപ്പാണ് നമ്മൾ പറയുന്നത്. ചിന്തകളും ഇമോഷൻ. ഓക്കെ, എന്താണ് നമ്മൾ ചിന്തിക്കുന്നത്, അത് എങ്ങനെ നമ്മൾ തിരിച്ചറിയും, അതിനെയാണ് നമ്മൾ ഇമോഷൻ എന്ന് പറയുന്ന സാധനത്തിൽ നമ്മൾ കൊണ്ടുവരാൻ സാധിക്കുക. നമ്മളിപ്പോ എന്ത് ഫീൽ ചെയ്യണം എന്ന് നമ്മൾ നമ്മളോട് ചോദിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ആണ് നമ്മൾ ഞാൻ ഈ പറഞ്ഞ ഈ വൈബ്രേഷനിൽ നമ്മൾ പെടുന്ന സാധനം. അതിലാണെന്നുണ്ടെങ്കിൽ ചെറിയതായെന്നുണ്ടെങ്കിൽ, അതായത് ഹോപ്പിന് താഴെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും നമ്മൾ അതിന് സ്വിച്ച് ചെയ്യണം, മുകളിലേക്ക് നമ്മൾ കൊണ്ടുപോകണം. ഓക്കെ, റൈറ്റ്, റെഡി. ഇനി അടുത്തത് എന്താണ് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ഏകദേശം ഒരു 110, 120, 115 വർഷത്തോളം മുമ്പ് ഒരു ലാവൻസി ഡേവേഴ്സ് എന്ന് പറയുന്ന ഒരു കഥാകൃത്ത്, അദ്ദേഹം എഴുതിയ ഒരു പുസ്തകമാണ് ദ സയൻസ് ഓഫ് ഗെറ്റിംഗ് റിച്ച്. ദ സയൻസ് ഓഫ് ഗെറ്റിംഗ് റിച്ച് എന്ന് പറയുന്ന ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അത് ഒരുപാട് ജനങ്ങളുടെ ജീവിതം, അതായത് ഒന്നുമില്ലാത്ത ആളുകളിൽ പോലും ഒരുപാട് മാറ്റം ഉണ്ടാക്കിയാണ് ഒരു പുസ്തകമാണത്, ദ സയൻസ് ഓഫ് ഗെറ്റിംഗ് റിച്ച് എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ അദ്ദേഹം പറയുന്ന ഒരു സംഭവമുണ്ട്. അതായത് ഒരു ഫോംലെസ് ആയിട്ട്, അതായത് ഒരു ഫോം ഒന്നുമില്ലാത്ത ഒരു സാധനം, ഓക്കെ, ഫോംലെസ് ആയിട്ടുള്ള ഒരു സാധനം, ഒരു സബ്സ്റ്റൻസ് ഫോംലെസ് ആയിട്ട്, അതായത് അതിന്റെ ഷേപ്പോ ആകൃതിയോ ഒന്നുമില്ല, അത്ര ഒരു സബ്സ്റ്റൻസ് ഈ ഭൂമിയിലുണ്ട്. ആ സാധനമാണ് ഇവിടെയുള്ള എല്ലാ സാധനവും ഉണ്ടാക്കുന്നത് എന്നാണ് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഒന്ന് യെസ് ഒന്ന് ടൈപ്പ് ചെയ്താൽ നന്നായിരുന്നു ചാറ്റ് ബോക്സിൽ. ഹലോ,
നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് കേൾക്കാണ്ടുണ്ടോ എന്തെങ്കിലും എനിക്കൊന്ന് അറിഞ്ഞാൽ നന്നായിരുന്നു. എല്ലാവരും മനസ്സിലാവുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് സാർ. പക്ഷെ വാക്ക് ക്ലിയർ അല്ല. ഹോംലെസ് എന്നാണോ പറഞ്ഞേ? എന്താ പറഞ്ഞേ? അതിന് ഷേപ്പില്ല, ആകൃതിയില്ല, ഒന്നുമില്ലാത്തത്. മനസ്സിലായി. ഓക്കെ. ഷേപ്പില്ല, ആകൃതി ഇല്ലാത്ത ഒരു സാധനം നമ്മുടെ ഈ ഭൂമിയിലുണ്ട്, നമുക്ക് ചുറ്റുമുണ്ട് അത്. ഓക്കെ. ആ സാധനത്തിന് അങ്ങനെ ഈ ആകൃതിയും ഷേപ്പ് ഇല്ലാത്ത സാധനമാണ് നമുക്ക് എല്ലാം നേടിത്തരുന്നത് എന്നാണ് ഇവിടെ പറയുന്നത് ഈ പുസ്തകത്തിൽ. ഓക്കെ. ഞാൻ ഇത്ര നേരം നിങ്ങളോട് സംസാരിച്ചത് എന്തിനെ കുറിച്ചായിരുന്നു? നമ്മളെ ചിന്തകളും വികാരങ്ങളും, നമ്മുടെ ഫീലിംഗ്, അതിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ഫോംലെസ് ആയിട്ടുള്ള ഈ സാധനമായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഈ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത് മനുഷ്യർക്ക് മാത്രമുള്ളൂ. ഈ മനുഷ്യർക്ക് ഇതായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ. ആ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന അതുകൊണ്ടാണ് മനുഷ്യർ ഈ എല്ലാ ജീവജാലങ്ങളിലും വെച്ച് ടോപ്പ് ആണെന്ന് പറയണത്. ക്ലിയർ? ഓക്കെ. ഈ സാധനമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് എന്തും നേടിയെടുക്കാൻ സാധിക്കും. ഇതുവരെ ക്ലിയർ ആണോ നിങ്ങൾക്ക്? ആരും ഒന്നും പറഞ്ഞില്ല. ഓക്കെ. അപ്പോ ഓക്കെ, ഈ സബ്സ്റ്റൻസ് ആയിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അതെങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം എന്നറിയാമോ നിങ്ങൾക്ക്? ത്രൂ അവർ ഫീലിംഗ്. നമ്മുടെ ഫീലിംഗ് കൂടെയാണ് നമ്മളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഈ ഒരു നഗ്ന സത്യം, അതായത് ഈ ഒരു സംഭവം മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും എല്ലാം നേടാൻ പറ്റും എന്നാണ് പറയുന്നത്. ഓക്കെ. നമ്മളിപ്പോ എത്ര നേരം പറഞ്ഞതിൽ 900 വരെയാണ് നമ്മൾ പറഞ്ഞത് ഗ്രാറ്റിറ്റ്യൂഡ്. അതിക്കും മേലെ പറഞ്ഞ കൂടി ഉണ്ട് 1000 വരുന്നത്. അതാണ് ഗോഡ് കോൺഷ്യസ്നസ് എന്ന് പറയുന്ന സംഭവം. അതിലേക്ക് വരെ നമുക്ക് എത്താൻ സാധിക്കും. ഓക്കെ. മിനിമം നമ്മൾ 900 എങ്കിലും എത്തണം. നമ്മൾ ഫുൾ ഗ്രാറ്റിറ്റ്യൂഡ് ആയിരിക്കണം. എന്തിനും നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കണം. ആ ഒരു ഫീല് നമ്മളെ ഉള്ളിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നമ്മൾ പറഞ്ഞ ഈ ഫോംലെസ് ആയിട്ടുള്ള ആ ഒരു സബ്സ്റ്റൻസ് ഉണ്ടല്ലോ, ഫോംലെസ് ആയിട്ടുള്ള സബ്സ്റ്റൻസ്, ആ സബ്സ്റ്റൻസിന് നമ്മൾ എന്ത് ഫീല് കൊടുക്കുന്നോ അത് റിട്ടേൺ തരും. അതാണ് അതിന്റെ ഒരു പ്രത്യേകത. ഓക്കെ. നിങ്ങളൊരു ദേഷ്യമാണ്, ആ ഫീലാണ് ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കണെങ്കിൽ പിന്നീട് നിങ്ങൾ കിട്ടുന്ന സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് ആ ദേഷ്യത്തിന്റെ ഐറ്റംസ് മാത്രമായിരിക്കും നിങ്ങൾക്ക് വരാം. സോ അത് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന ടൈം കുറയ്ക്കുക. അതിനെ ടൈം കുറച്ചിട്ട് മാക്സിമം ഗ്രാറ്റിറ്റ്യൂഡിലേക്ക് നിങ്ങൾ കൊണ്ടുവന്ന് നിങ്ങൾ ആ സബ്സ്റ്റൻസിന് ആ ഗ്രാറ്റിറ്റ്യൂഡ് ഫീലിംഗിൽ വെച്ച് കൊടുക്കുക. ദെൻ നിങ്ങൾ ആവശ്യപ്പെടുന്ന സാധനം, എന്ത് സാധനം ആവശ്യപ്പെട്ടാലും ആ സബ്സ്റ്റൻസ് നമുക്ക് തിരിച്ചു തരും. ഇപ്പം മനസ്സിലായോ നിങ്ങൾക്ക് ഇതിന്റെ സയൻസ് എവിടെയാണ് നിൽക്കണെന്നുള്ളത്? ക്ലിയർ അല്ലേ? നമ്മൾ ഇതിൽ നിന്ന് നമുക്ക് ഇനി സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. അപ്പൊ നമ്മൾ ഇനി വരുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി നാളെ തുടങ്ങിയിട്ട് ഒരു 7 ദിവസത്തെ ഒരു വാട്സപ്പിൽ ഞാൻ മെസ്സേജുകളാണ് അയക്കുക. ഓക്കെ. ഓരോ ദിവസവും ഓരോ കാര്യങ്ങൾ ചെയ്യാനുള്ള ഓരോ മെസ്സേജുകളാണ് അയക്കുന്നത്. അപ്പോൾ അതായത് മൺഡേ, നാളെ തിങ്കളാഴ്ചയാണ്, തിങ്കളാഴ്ച ഞാൻ മെസ്സേജ് അയക്കുന്നത്, ചൊവ്വാഴ്ച നിങ്ങൾ ചെയ്യണം, ചൊവ്വാഴ്ച അയക്കുന്ന മെസ്സേജുകൾ ബുധനാഴ്ച, അങ്ങനെ ഓരോ ദിവസവും അയക്കുന്ന മെസ്സേജുകൾ അങ്ങനെ കണ്ടിന്യൂ ചെയ്തിട്ട് നെക്സ്റ്റ് സൺഡേ, അതായത് അടുത്ത ഞായറാഴ്ച ഇതേ സമയത്ത് 9:30 to 10:30 സമയത്ത് നമ്മളൊരു ഹീലിങ്ങോട് കൂടിയിട്ടാണ് ഇത് അവസാനിപ്പിക്കുക, ഈ കോഴ്സ്. അപ്പോ ഈ കോഴ്സിന്റെ ഫീ എന്ന് പറയുന്നത് 1100, 1100 രൂപയാണ് കോഴ്സിന്റെ ഫീ വരുന്നത്. അപ്പോ അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ ഓരോ ദിവസങ്ങളിലും നമ്മളുടെ ഓരോ കാര്യങ്ങൾ കടന്നാണ് പോവുക. ക്ലിയർ?
നമുക്ക് ഒരു മെഡിറ്റേഷനിലേക്ക് നീങ്ങാം. ഓക്കെ, അപ്പൊ എല്ലാവരും കസേരയിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ കസേരയിൽ ഇരുന്ന് കൈകൾ രണ്ടും മലർത്തി തുടയിൽ വെച്ച് കണ്ണുകൾ അടച്ചുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഹെഡ്സെറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും. ഹെഡ്സെറ്റ് ഉണ്ടോ എല്ലാവർക്കും? ഹലോ, ആരും റെസ്പോണ്ട് ചെയ്യുന്നില്ല. ആരെങ്കിലും റെസ്പോണ്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിരുന്നു. ഓക്കെ റെഡിയാണ്. ഓക്കെ, കാരണം ആരും ക്യാമറയിൽ ആരും വന്നിട്ടില്ല, അതുകൊണ്ട് എനിക്ക് ആരെയും കാണാൻ സാധിക്കില്ല. ഹെഡ്സെറ്റ് ഉണ്ടോ ഇല്ല എന്നുള്ളതൊന്നും അറിയാൻ സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ചത്. അപ്പൊ രതീഷ് ഹെഡ്സെറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഹെഡ്സെറ്റ് വെക്കണം, നമുക്കൊരു മെഡിറ്റേഷനിലേക്ക് നീങ്ങാം. കാരണം രതീഷ് ഇപ്പൊ തന്നെ കിറ്റായി പോയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് രതീഷിനോട് പറഞ്ഞത്. അമൃത റെഡിയാണോ? അഹമ്മദ് ജി റെഡിയാണോ? അതെ അതെ. ഓക്കെ, അപ്പൊ നമുക്കെന്നാ സ്റ്റാർട്ട് ചെയ്യാം. എന്നാ അഹമ്മദ് ക്ലിയർ ആണോ? റൈറ്റ്. ശബ്ദം കേട്ടില്ല, അതുകൊണ്ടാണ്. കുറച്ചൊരു 2 മിനിറ്റ് നേരത്തേക്ക് കൈകളും കാലുകളും അനക്കാതെ പിടിക്കണം. കണ്ണുകൾ അടച്ചുകൊണ്ട് തന്നെ കൈകൾ മടിയിൽ മലർത്തി വെച്ച് കൈകളും കാലുകളും അനക്കാതെ ഒരു 2 മിനിറ്റ് നേരത്തേക്ക് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, take a normal breath in and breathe out. നമുക്ക് ശ്വാസം ശ്രദ്ധിച്ചിരിക്കാം. ശ്വാസം എടുക്കാം, പുറത്തേക്ക് വിടാം. കണ്ടിന്യൂ ചെയ്തോളൂ. ശ്വാസത്തിൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കൂ. കൈകളും കാലുകളും അനക്കാതെ ഇരിക്കുകയാണ്. Take a deep breath in and hold the breath and breathe out. Take another breath in, hold the breath and breathe out. Take one more deep breath in and hold the breath and breathe out. And relax your body. Relax completely. കാലിന്റെ അടിഭാഗം ശ്രദ്ധിക്കൂ. കാൽപാദങ്ങൾ ശ്രദ്ധിക്കൂ. കഫ് മസിൽസ് ശ്രദ്ധിക്കൂ. 2 കാൽമുട്ടുകളും ശ്രദ്ധിക്കൂ.
അരഭാഗം ശ്രദ്ധിക്കൂ. അരയ്ക്ക് മുകളിൽ വയറ് ഭാഗം ശ്രദ്ധിക്കൂ. റിലാക്സ് ചെയ്യൂ, ശരീരം റിലാക്സ് ചെയ്യൂ. ചെസ്റ്റ് ശ്രദ്ധിക്കൂ. ഇനി ഷോൾഡർ ശ്രദ്ധിക്കൂ. വലത് കൈ ശ്രദ്ധിക്കൂ, റിലാക്സ് ചെയ്യൂ. ഇനി ഇടത് കൈ ശ്രദ്ധിക്കൂ, റിലാക്സ് ചെയ്യൂ. ഇനി നമുക്ക് കഴുത്ത് ശ്രദ്ധിക്കാം. കഴുത്ത് റിലാക്സ് ചെയ്യൂ. മുഖം ശ്രദ്ധിക്കൂ. കണ്ണ്, മൂക്ക്, കവിളുകൾ, ചുണ്ട് ശ്രദ്ധിക്കൂ. മുഖം പൂർണ്ണമായിട്ട് റിലാക്സ് ചെയ്യും. തല ശ്രദ്ധിക്കും. തല പൂർണ്ണമായിട്ടും റിലാക്സ്. ശരീരത്തിന്റെ പുറം വശം പൂർണ്ണമായിട്ടും ശ്രദ്ധിക്കൂ, റിലാക്സ്. ഇനി നട്ടെല്ലിന്റെ ഏറ്റവും അടിവശം ശ്രദ്ധിക്കാം. റൂട്ട് ചക്ര ശ്രദ്ധിക്കും. അവിടെ ഒരു എനർജി പവർ ഉള്ളതുപോലെ മനസ്സിലാക്കും. അവിടെ ലൈറ്റോ ഒന്നും കാണേണ്ട കാര്യമില്ല. ജസ്റ്റ് ഒരു എനർജി. ജസ്റ്റ് ഫീൽ ദാറ്റ് എനർജി. Take a normal breath in and breathe out. നട്ടലിന്റെ 2 ഇഞ്ച് മുകളിലായി, നട്ടലിന്റെ അടിവശത്ത് നിന്നും 2 ഇഞ്ച് മുകളിലായി സ്വാദിഷ്ടാനന്ദ ചക്ര. Just feel that energy. Concentrate your energy, whole energy to സ്വാദിഷ്ടാനന്ദ ചക്ര. Be still. കൈകളും കാലുകളും അനക്കാതിരിക്കും. മെല്ലെ സാവധാനം നാഭി ചക്രയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കും. Relax your navel area. പൂർണ്ണമായും റിലാക്സേഷൻ കൊടുക്കും. Take another breath in and breathe out. അതിനു മുകളിലായി ഹൃദയചക്രത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുവരാം. Just feel your heart chakra. Feel the energy. Be still.
Take another breath in and breathe out. Be focused on your heart chakra. മെല്ലെ ത്രോട്ട് ചക്രയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. കഴുത്തിന് നടുക്കായി ശ്രദ്ധ കൊണ്ടുവരാം. We feel that energy. Take another breath in and breathe out. പുരികത്തിന് നടുക്കായി തേർഡ് ഐ ചക്രയിലേക്ക് നമുക്ക് ശ്രദ്ധ കൊണ്ടുവരാം. Be still. കൈകളും കാലുകളും അനക്കാതെ വയ്ക്കും. Take another breath in and breathe out. ഇനി ക്രൗൺ ചക്രയിലേക്ക് നമ്മൾ ശ്രദ്ധ കൊണ്ടുവരാം. തലയ്ക്ക് മുകളിലായി ക്രൗൺ ചക്രയിലേക്ക് ശ്രദ്ധ കൊണ്ടുവരാം. Be still and feel the energy. Take a deep breath in and breathe out. ചുറ്റുവട്ടമെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് മെല്ലെ കൈകൾ കൂട്ടിത്തിരുമ്പി കണ്ണുകളിൽ വെച്ച് മെല്ലെ സാവധാനം കണ്ണുകൾ തുറക്കും. ഓക്കെ, എല്ലാവരും തിരിച്ചെത്തിയോ? ഓക്കെ,
അപ്പോൾ നമ്മളുടെ പണം വരുന്ന ഒരു കാര്യമാണ് നമ്മൾ ഇത്ര നേരം സംസാരിച്ചതും അതിനെക്കുറിച്ചുള്ള ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, അപ്പൊ എല്ലാവരും ഇനി ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യണം. ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യാൻ നമ്മൾ എപ്പോഴും ഇങ്ങനെ ഐ എം ഗ്രേറ്റ്ഫുൾ എന്ന് പറയുന്നതല്ല ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ്. നമ്മൾ ഫീൽ ചെയ്യണം, നമ്മളുടെ ഫീൽ, ആ ഫീലാണ് ഏറ്റവും പ്രധാനം. ഓക്കെ, ഞാനൊരു എക്സാമ്പിൾ ഞാൻ പറയാം. അതായത് ഞാൻ ചെയ്ത ഒരു കാര്യമാണത്. ഓക്കെ, ഞാൻ എല്ലാ ദിവസവും ഞാൻ ഭക്ഷണം കഴിക്കുന്ന നേരത്ത് ഏകദേശം ഇപ്പൊ ഞാനൊരു അത് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയിട്ട് 1 വർഷത്തിന്റെ അടുത്തായി. ഓക്കെ, ഒരു ഇത് ഞാൻ ചൊല്ലാറുണ്ട് ഭക്ഷണം ചെയ്യുന്ന സമയത്ത്. അതായത് അത് ചൊല്ലുന്നത് ഇങ്ങനെയാണ്: അന്നപൂർണെ സദാപൂർണെ ശങ്കര പ്രാണവല്ലഭേ ജ്ഞാനവൈരാഗ്യ സിദ്ധാർത്ഥം ഭിക്ഷാം ദേഹിച്ച പാർവതി എന്നൊരു ഇത് ഞാൻ ചൊല്ലും. അതിനുശേഷം ഞാൻ പറയുന്ന ഒരു വാക്കാണ് അന്നദാത സുഖീഭവ, അന്നദാത സുഖീഭവ, അന്നദാത സുഖീഭവ. 3 പ്രാവശ്യം അങ്ങനെ പറയും. എന്നിട്ട് ഞാൻ ഭക്ഷണം കഴിക്കുന്നത് ഞാൻ കഴിക്കാൻ തുടങ്ങുള്ളൂ. അപ്പൊ ഞാൻ ആലോചിക്കാറുണ്ട്, അതായത് ഞാൻ ഒരുപാട് കഷ്ടപ്പാടി കൂടെ സംഭവം ഞാൻ കുറെ പണവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയ ഒരു വ്യക്തിയൊക്കെ തന്നെയാണ്. പക്ഷെ എന്നിരുന്നാലും ഒരു കാലഘട്ടത്തിൽ എനിക്ക് ഒരുപാട് കഷ്ടപ്പാടിലേക്ക് ഞാൻ പോകേണ്ടി വന്നു. ഓക്കെ, ആ സമയത്താണ് ഞാൻ ഇത് കാര്യങ്ങളൊക്കെ അറിയണതും ഞാനത് ചെയ്തു തുടങ്ങിയത്. അപ്പൊ അന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്, എനിക്ക് ഇതുപോലെ കുറെ ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാനായിട്ട് പറ്റുന്ന ഒരു സംവിധാനം എനിക്ക് ഈ ലോകത്ത് ഉണ്ടാവണം എന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ ആ ചിന്ത ഞാൻ ചിന്തിക്കുന്നത് ഇങ്ങനെ ആയിരുന്നു. അതും കൂടി നിങ്ങളുടെ അടുത്ത് പറയാലോ. അതായത് ഞാൻ ചിന്തിച്ചു വരുന്നത് അങ്ങനെയല്ല. ഞാൻ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനൊരു കമ്പനി നടത്തണം എനിക്ക്. അപ്പോ ആ കമ്പനി നടത്തുമ്പോ എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന എന്റെ കൂടെ നിൽക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവുമല്ലോ. അതായത് ഞാൻ ആ കമ്പനിയിൽ പണിയെടുക്കുന്ന കുറെ ആളുകൾ. അപ്പൊ അവർക്ക് ഞാൻ ഈ ശമ്പളമൊക്കെ കൊടുക്കുമ്പോ ഞാൻ അവർക്കൊരു ഭക്ഷണം കൊടുക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറില്ലേ, അങ്ങനെയാണ് എന്റെ ചിന്തകൾ ഉണ്ടായിരുന്നത്. പക്ഷെ യൂണിവേഴ്സ് അതിനെ വേറെ രീതിയിലാണ് ട്വിസ്റ്റ് ചെയ്തത്. ഞാൻ ഇപ്പോ ഈ ഒരു കാര്യത്തിൽ, അതായത് ഞാനിപ്പോ ഹീലിംഗ് ആയി, സൗണ്ട് ഹീലിംഗ് കാര്യങ്ങളിലേക്കൊക്കെ മാറി, അങ്ങനെയൊക്കെ ഒരു വേറൊരു ലെവലിലേക്കാണ് തിരിഞ്ഞത്. ഞാനൊരു കമ്പനി ഓണർ ചെയ്യാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ല ചെയ്തത്. പക്ഷെ ഇങ്ങനെയാണ് ഞാൻ മാറിയത്. പക്ഷെ അന്ന് ഞാൻ ആ ചിന്തിച്ച കാര്യങ്ങൾ എനിക്കിപ്പോ നടപ്പിലാക്കാൻ സാധിച്ചു തുടങ്ങി എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അതായത് ഞാനിപ്പോ കുറെ ആളുകൾക്ക് ഭക്ഷണം, ഞാനിങ്ങനെ വിളിച്ചു പറയണതല്ല കേട്ടോ, എന്നിരുന്നാലും ഞാൻ പറയണം. അതായത് എനിക്ക് അങ്ങനെ ഒരു സംഭവം യൂണിവേഴ്സ് കൊണ്ടുവന്ന് തന്നു എനിക്ക്. ഞാനിപ്പോ അങ്ങനെ ഒരു സാഹചര്യത്തിൽ കൂടെയാണ് ഇപ്പൊ പോകുന്നത്. കുറെ ആളുകൾക്ക് എനിക്ക് ഭക്ഷണം നൽകാനായിട്ട് എനിക്ക് സാധിച്ചു തുടങ്ങി. അതൊരു വലിയൊരു കാര്യമായിട്ട് എനിക്ക് മാറിയ ഒരു സംഭവമാണ്. അന്ന് ഞാൻ ചിന്തിച്ചിരുന്ന ഒരു കാര്യമാണ് അത്. ഇപ്പോ അതൊരു വലിയൊരു കാര്യം നടന്നു. ഇനിയും എല്ലാ മാസങ്ങളിലും അങ്ങനെ ഒരു സംഭവം നടക്കാൻ പോവുകയാണ് ഇനി. അപ്പൊ അതിന് ഞാൻ എല്ലാ കാര്യങ്ങളെ കൊണ്ടും നിങ്ങൾ തരുന്ന പൈസയാണ്, അല്ലാണ്ട് വേറെ ഒന്നും അല്ലട്ടെ. എനിക്ക് വേറെ മാർഗങ്ങളൊന്നുമില്ല. നിങ്ങൾ തരുന്ന ഓരോ പൈസയും ഞാൻ നീക്കി വെക്കുന്ന പൈസയാണ്. ഇപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ യൂട്ടിലൈസ് ചെയ്യുന്നത്. അങ്ങനെ കുറെ കാര്യങ്ങളിലേക്ക് എനിക്ക് നീങ്ങാനായിട്ട് എനിക്ക് സാധിച്ചു. അത് ഞാൻ അന്ന് ചിന്തിച്ചിരുന്ന ഒരു സംഭവമാണ്. ഇന്നും ഞാൻ ആഗ്രഹിക്കുന്ന ഓരോ കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ് അന്നിരുന്ന. അപ്പോഴും ഇനി സാധിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷെ ഞാനിപ്പോ ഇതായിട്ട് പറയുന്നതല്ല. എന്നിരുന്നാലും എന്റെ ഒരു വലിയൊരു സന്തോഷമാണ് അത് എനിക്ക് ഉണ്ടായത്. കാരണം യൂണിവേഴ്സ് ഞാൻ ചിന്തിച്ച ഒരു സംഭവത്തിലേക്ക് എന്നെ എത്തിച്ചു കളഞ്ഞു അത്. ഓക്കെ, അപ്പൊ അത് ഞാൻ പറയണത് ഇതാണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ലാവൻസി ഡി വേഴ്സ് എന്ന് പറയുന്ന ഒരാളാണ് ഈ പുസ്തകം എഴുതിയത്, ദ സയൻസ് ഓഫ് ഗെറ്റിംഗ് റിച്ച്. നിങ്ങൾക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വായിച്ചു നോക്കണം. അത് തീർച്ചയായിട്ടും അതിൽ ഒരുപാട് ഗുണങ്ങൾ നിങ്ങൾക്ക് ചെയ്തു തരും ആ പുസ്തകം. അപ്പോ നമ്മൾ ഇനി നാളെ തുടങ്ങുന്ന ഇത് ഇങ്ങനെയാണ്.
നമ്മളുടെ ഓരോ ദിവസങ്ങൾക്ക് തരുന്ന ഓരോ ചെറിയ ചെറിയ കാര്യങ്ങളാണ്. പക്ഷെ അതില് നിങ്ങളത് ആത്മാർത്ഥമായിട്ട് തന്നെ നിങ്ങളത് ചെയ്യണം. അതിൽ ദർ ഇസ് നോ ക്വസ്റ്റ്യൻ. നിങ്ങൾ ഒരാൾ പോലും ക്വസ്റ്റ്യൻ ചോദിക്കരുത്. അത് എന്തുകൊണ്ട് ചെയ്യും, അല്ലെങ്കിൽ എന്തിനു ചെയ്യണ്, അല്ല എങ്ങനെ, അതെന്താണ്, ഇതൊന്നും അങ്ങനെ ക്വസ്റ്റ്യൻ അതിനെ ചെയ്യാൻ പാടില്ല എന്നാണ് പറയണത്. കാരണം ഞാൻ ഇതുപോലെ തന്നെ ഞാൻ എന്റെ ഗുരുവിന്റെ അടുത്ത് ഞാൻ ചോദിച്ചു, ഇത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയണത്, അല്ലെങ്കിൽ ഇത് എന്താണ് അത് ഇങ്ങനെ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ എന്താ പറയാ, ഇത് ചെയ്യുന്നതിന്റെ അർത്ഥം എന്താണ്, അല്ലെങ്കിൽ ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്, അങ്ങനെയൊക്കെ ഞാൻ കുറെ ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഗുരു എന്റെ അടുത്ത് പറഞ്ഞത് ഇത്ര മാത്രമാണ്: ചോദ്യം ഒന്നും വേണ്ട, ജസ്റ്റ് ഡു. അത് നമ്മളെ മനസ്സറിഞ്ഞുകൊണ്ട് ചെയ്യാനാണ് പറയണത്, സന്തോഷം കൊണ്ടും മനസ്സറിഞ്ഞുകൊണ്ടും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ റിട്ടേൺ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഞാൻ ചെയ്തു. എനിക്ക് ഒരുപാട് ഗുണങ്ങൾ എനിക്ക് അതിൽ നിന്ന് കിട്ടി. അതിന് ശേഷം ഞാൻ ഒരുപാട് ആളുകളിലേക്ക് ഞാനത് എത്തിക്കാൻ ഞാൻ ശ്രമിച്ചു. കുറെ പേർക്ക് അതിൽ കുറെ ഗുണങ്ങളും, എല്ലാവരും പോസിറ്റീവായിട്ട് തന്നെയുള്ള ഒരു ആൻസറാണ് എനിക്ക് തന്നതും കാര്യങ്ങളൊക്കെ ഉണ്ടായത്. അപ്പോ ഇത് നിങ്ങളിലേക്ക് ഞാൻ ഇപ്പൊ തരാനായിട്ട് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ അത് ഫുൾ ഇത് അതായത് നിങ്ങൾ ഫുൾ ഹാപ്പി ആയിട്ട് തന്നെ അത് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങണം. ഇത്രയാണ് എനിക്ക് പറയാനായിട്ട് ഉള്ളത് ഈ കാര്യങ്ങളിൽ. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ഈ ഇത് നമുക്ക് ഇപ്പൊ ഒരു സമയം എത്രയായി, 10:30 നമുക്കിത് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ആരൊക്കെ പറയാം. എന്തെങ്കിലും ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോ ക്ലിയർ ചെയ്ത് പോവാം. നമുക്ക് മൈക്ക് ഓപ്പൺ ചെയ്തിട്ട് സംസാരിക്കാം. ലൈസ, എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല ഇല്ല, മനസ്സിലായി. താങ്ക് യു സർ. അഹമ്മദ് ഭായ്, എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. താങ്ക് യു. വെൽക്കം. രതീഷ്, രതീഷ് ഒരു പ്രാവശ്യം ഇത് നമ്മളിത് ചെയ്തതാണ്. സാറേ, ഇതിന് പ്രത്യേക മെറ്റീരിയൽസ് ഒന്നും വാങ്ങി വെക്കാതെ പ്രത്യേകിച്ച് വാങ്ങാനുള്ള വേറെ സാധനം ഉണ്ടോ? അത് ഞാൻ പറഞ്ഞിരുന്നുണ്ടായിരുന്നല്ലോ അന്ന്. നമ്മള് ജാതിക്ക വേണം. അത് നമ്മള് ഡെയിലി നമ്മളത് ബേൺ ചെയ്യാനുള്ളതാണ് ജാതിക്ക. ഓക്കെ. അല്ല, പുതിയ അറിയാത്ത ആൾക്കാർക്കും കൂടി ഒന്ന് അറിവുണ്ടായിരുന്നു ചോദിച്ചാണ്. ഓക്കെ. അപ്പൊ ജാതിക്ക വേണം. ജാതിക്ക എല്ലാ ദിവസവും കത്തിക്കാനായിട്ടുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണം. അതാണ് മെയിൻ ആയിട്ട് നമ്മളുടെ ഇതിൽ ആവശ്യമായിട്ട് വരുന്നത്. പിന്നെ ഗ്രീൻ കാൻഡിൽ വേണം. ഒരു ദിവസം നമ്മൾ ഗ്രീൻ കാൻഡിൽ കത്തിക്കാനായിട്ട് ആവശ്യപ്പെടും. അപ്പൊ അത് ഗ്രീൻ കാൻഡിൽ നമ്മൾ സംഘടിപ്പിച്ച് വെക്കണം. ഓക്കെ, പിന്നെ അത്രയും വലിയ ആവശ്യങ്ങളായിട്ടുള്ളതൊന്നും ഇല്ല. അത് ഓരോ ദിവസവും പിന്നെ അത് പറയുമ്പോൾ നെക്സ്റ്റ് നിങ്ങൾക്ക് അത് റെഡിയാക്കാനായിട്ട് കഴിയുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് വൈൻഡ് അപ്പ് ചെയ്യാം. നാളെ മുതൽക്ക് ഞാൻ മെസ്സേജുകൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അതനുസരിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചിട്ട് ചോദിക്കാം കേട്ടോ. അപ്പൊ എല്ലാവർക്കും താങ്ക് യു. വന്നത് എല്ലാവർക്കും